ഹിന്ദുത്വ മാർക്സിസത്തെ തിരിച്ചറിയുക, CPM-ന്റെ മുസ്ലിം വിരുദ്ധ വംശീയതയെ ചെറുക്കുക എന്ന തലവാചകത്തിന് കീഴിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതുസമ്മേളനങ്ങളുടെ ഭാഗമായി താനൂരിൽ സംഘടിപ്പിക്കപ്പെട്ട പൊതുയോഗത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ സംബന്ധിക്കുന്നത്. വർത്തമാനകാല കേരള രാഷ്ട്രീയ സാമൂഹിക സന്ദർഭങ്ങൾ വിലയിരുത്തുകയും ദിനേന എന്ന വണ്ണം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും എന്തുകൊണ്ടാണ് CPM എന്ന് പറയുന്ന ഒരു ഭരണകൂട രൂപത്തോടും പാർട്ടി മുഖത്തോടും ഒരുപോലെ തന്നെ സംസാരിച്ച് ഇത്തരം ഒരു ടൈറ്റിൽ സ്വീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഒരുപക്ഷെ ഡിബേറ്റബിൾ ആകാം എങ്കിൽ കൂടിയും ഇങ്ങനെ തന്നെ അഭിമുഖീകരണം വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായി അതിൻ്റെ ഓരോ സ്പന്ദനത്തിലും അതിൻ്റെ ഓരോ പിന്നാമ്പുറങ്ങളിലും ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന പേരാണ് ജമാഅത്ത് ഇസ്ലാമിയുടേത്. ജമാഅത്ത് ഇസ്ലാമി സ്വയം നിലക്ക് അതിനെ പരിചയപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളുടെ ഒരു 100 1000 തവണയെങ്കിലും അതിൻ്റെ 10 മടങ്ങെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് വലിച്ചിട്ടുകൊണ്ട് ദുഷ്ടലാക്കോടുകൂടിയും ദുരുപദിഷ്ടമായ താല്പര്യങ്ങളോടുകൂടിയും ചർച്ചയ്ക്ക് വെക്കാൻ CPM ഉദ്ദേശിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഇത്തരം സംഗമങ്ങളിലൂടെ തന്നെ വിളിച്ചു പറയുക എന്നുള്ളതും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പൊതുജനങ്ങളോടുള്ള വളരെ ന്യായമായ ഒരു താല്പര്യമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്. ഇസ്ലാമിനെ ആദർശമായി മനസ്സിലാക്കുകയും ഇസ്ലാം പ്രബോധനമായും പ്രവർത്തനമായും പ്രയോഗമായും മനസ്സിലാക്കുന്ന ഒരു പ്രസ്ഥാനമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ സഹകാരികളായി നിലകൊള്ളാൻ ജമാഅത്ത് ഇസ്ലാമി എപ്പോഴും നാട്ടുകാരോട് ആവശ്യപ്പെടാറുള്ളത്. ദൗർഭാഗ്യകരമായി നമ്മൾ ഈയടുത്ത് മനസ്സിലാക്കുന്ന ഒരു ദുരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ജമാഅത്ത് ഇസ്ലാമിയെ പഴിചാരിക്കൊണ്ടുള്ള ഈ വർത്തമാനങ്ങൾ ഇസ്ലാമിനെ തന്നെയും തങ്ങൾക്ക് തോന്നും പോലെ വ്യാഖ്യാനിക്കാൻ തൽപര കക്ഷികൾക്ക് വഴിയൊരുക്കും വിധം മുസ്ലിം സമൂഹത്തിലെ മറ്റു ചില സമുദായ അംഗങ്ങൾ വരെയും അതിനുള്ള വഴിമരുന്നിട്ട് കൊടുക്കുകയോ വളച്ചൊടിച്ച് ഇസ്ലാമിൻ്റെ വ്യാഖ്യാനങ്ങൾ ദാർശനികമായി തന്നെ നടത്തുകയോ ചെയ്യുന്ന ഒരു ദുരവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. ജമാഅത്തെ ഇസ്ലാമിയെ അറിയാത്തവരാണ് CPM എന്ന്, ഈ നാട്ടിലെ മറ്റ് പ്രസ്ഥാനങ്ങളെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി സാമൂഹികമായി, രാഷ്ട്രീയമായി, സാംസ്കാരികമായി അതിൻ്റെ വ്യത്യസ്ത നിലപാടുകളുമായി, അതിൻ്റെ ദൃശ്യ പത്ര മാധ്യമ രംഗത്തുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളുമായി സമൂഹത്തിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് നിർബന്ധമായും നിന്നുകൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അത് കേട്ടാലറക്കുന്ന ഒരു പദമായി വളരെ കൃത്യമായ ഗൂഢതാൽപര്യങ്ങൾ അതിന് പിന്നിൽ ഒളിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ, പ്രത്യേകിച്ചും 2019 ജനറൽ ഇലക്ഷന് ശേഷം CPM മുന്നിൽ വന്നുകൊണ്ട് നടത്തുന്ന ഈ കളികൾ, അത് പൊതുസമൂഹത്തോട് ഇടയ്ക്കിടയ്ക്കെങ്കിലും വിളിച്ചു പറയുക എന്നുള്ളത് വളരെ ന്യായമായ അതിൻ്റെ താല്പര്യമാണ് എന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുകയാണ്. ഇസ്ലാമിക പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം
അതിൻ്റെ ദേശീയ പ്രോഗ്രാമിലും പോളിസിയിലും സംസ്ഥാന അടിസ്ഥാനത്തിൽ അതെടുക്കുന്ന തീരുമാനങ്ങളിലും അത് എഴുതി വെച്ചിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടത് മനസ്സിലാക്കുന്ന പോളിസി പ്രയോഗമായി ഇപ്രാവശ്യത്തെ 2023-27 പ്രയോഗ വർഷത്തിൽ അത് എഴുതി വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി നടത്തുന്ന ഇസ്ലാമോഫോബിയ ആക്രമണങ്ങളെ ഇസ്ലാമിക പ്രസ്ഥാനം ചെറുക്കും എന്നാണ്. ഈ പുസ്തകം നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പോളിസി പ്രോഗ്രാം അതിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്, മലയാളത്തിൽ ലഭ്യമാണ്. ഈ നാട്ടിലെ ഏതൊരാൾക്കും അത് വായനക്ക് ലഭിക്കുന്നതുമാണ്. എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊരു പദപ്രയോഗത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിയുള്ള ഇസ്ലാമോഫോബിയ പ്രചരണങ്ങളെ നമ്മൾ ചെറുക്കും എന്ന് ഒരു പ്രസ്ഥാനത്തിന് എഴുതി വെക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിനെ നേരിട്ട് ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ലോകത്ത് പൊതുവിൽ തന്നെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള മോഡറേറ്റ് ഇസ്ലാം വേഴ്സസ് എക്സ്ട്രീമിസ്റ്റ് ഇസ്ലാം, മിതവാദ ഇസ്ലാം ഓപ്പോസിറ്റ് തീവ്രവാദ ഇസ്ലാം എന്നുള്ള ഒരു ആഖ്യാനം, ഈ ആഖ്യാനത്തിനൊടുവിൽ അത് ഏറ്റവും സമർത്ഥമായി പ്രയോഗിക്കപ്പെടുന്ന ഇടമായി ഇന്ന് നമ്മൾ എത്തപ്പെട്ടിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ഈ കഴിഞ്ഞ ആഴ്ചകളിലെ ചർച്ചകളാണ് എന്ന് നമുക്ക് യാതൊരുവിധ സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ എത്തപ്പെടുന്നത്? ഇസ്ലാമിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഒരു കൂട്ടരുടേത് മാത്രം സ്വീകരിക്കാവുന്നതും മറുകൂട്ടരുടേത് വളരെ തള്ളപ്പെടേണ്ടതുമായി മാറപ്പെടുന്നത് അത് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ലോകത്തെ മൊത്തമായി ഇസ്ലാമിനെ കുറിച്ച് പൊതുവിൽ നിർമ്മിക്കപ്പെടുന്ന ആഖ്യാനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. 2001 പെന്റഗൺ ട്വിൻ ടവർ ആക്രമണത്തിന് ശേഷം ലോകത്ത് ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം, നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്നുള്ള ഡിബേറ്റ് ലോകത്ത് മൊത്തത്തിൽ പ്രചാരം സിദ്ധിച്ച ഒന്നാണ്. നിങ്ങൾ നല്ല മുസ്ലിമാണോ, നിങ്ങൾ ചീത്ത മുസ്ലിമാണോ, നിങ്ങൾ ഭീകരവാദികൾക്കൊപ്പമാണോ അതല്ലെങ്കിൽ ഭീകരവാദികൾക്കൊപ്പം ഞങ്ങളുടെ കൂടെയാണോ എന്ന് ജോർജ് W. ബുഷ് അന്ന് ഇറാഖ് അധിനിവേശത്തിനും അഫ്ഗാൻ അധിനിവേശത്തിനും ന്യായം ചമച്ച പോലെ നമുക്ക് തീവ്രവാദികളെയും ഭീകരവാദികളെയും എതിർക്കുന്നതിനായി ഞങ്ങളുടെ കൂടെയുണ്ടോ എന്ന ചോദ്യമാണ് ഇന്നൊരു നാണവുമില്ലാതെ CM പിണറായി വിജയന്റെ നേതൃത്വത്തിലും വിജയരാഘവന്റെ നേതൃത്വത്തിലുമെല്ലാം തുടരുന്നത് എന്നുള്ളത് നമുക്ക് ഈ നഗരമധ്യത്തിൽ നിന്ന് തന്നെ വിളിച്ചു പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ CPM ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പരമാർത്ഥമാണ്, നഗ്നമായൊരു സത്യമാണ്. ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്ന ഇസ്ലാം ഈ ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് സയ്യിദ് മൗദൂദി പരിചയപ്പെടുത്തിയത് മുതൽ തുടങ്ങുന്ന ഇസ്ലാമിന്റെ ഒരു ഭാവനയല്ല. സയ്യിദ് മൗദൂദി അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഭീകരമായ ഒരു ഉൾപ്പുളകമുണ്ടാക്കാൻ അതല്ലെങ്കിൽ തീവ്രവാദപരമായ എലമെന്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്ന് ആരെങ്കിലും FB പോസ്റ്റ് ഇട്ടാൽ സയ്യിദ് മൗദൂദിയെ അങ്ങനെ മൂലക്ക് വെക്കാൻ നമുക്ക് നിർവാഹമില്ല എന്ന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ടൗണിൽ നിന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞകാല ഇന്റർവ്യൂവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഹൽക്ക അമീർ ജമാഅത്തെ ഇസ്ലാമിയെ മൗദൂദിയെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നൊരു പ്രസ്താവന അതല്ലെങ്കിൽ ടാഗ് ലൈൻ കൊടുത്തുകൊണ്ട് നടത്തുന്ന നമ്മളുടെ ദൃശ്യ പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നും ജമാഅത്ത് ഇസ്ലാമി മൗദൂദിയെ തള്ളി പറഞ്ഞു എന്ന്. യഥാർത്ഥത്തിൽ മൗദൂദിയെ തള്ളിക്കളഞ്ഞത് മൗദൂദി തന്നെയാണ് എന്നുള്ളതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും ആദ്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സയ്യിദ് മൗദൂദി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് മൗദൂദി കൊണ്ടുവന്ന എന്തെങ്കിലും പുതിയൊരാശയം എന്നുള്ള നിലയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് വസ്തുത. മറിച്ച് ഇസ്ലാമിന്റെ ന്യായമായ ചില ഭാഗങ്ങൾക്ക് കൃത്യമായ ന്യൂനതയോ അതല്ലെങ്കിൽ അസാന്നിധ്യമോ അസന്നിഹിതമാക്കപ്പെടുകയോ അദൃശ്യമാക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിക ഖിലാഫത്തിന്റെ 1924 നിർബന്ധമായ വന്ധ്യീകരണത്തിന് ശേഷം അതിന്റെ തിരോധാനത്തിന് ശേഷം മുസ്ലിം ലോകത്ത്
ക്രൈസ്തവ യൂറോപ്പ് ക്രിസ്ത്യാനിറ്റിയെയും അതല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളെ പൊതുവിൽ തന്നെയും കൊണ്ടുവെക്കാൻ ആഗ്രഹിച്ചിരുന്ന തൊഴുത്തിൽ തന്നെ ഇസ്ലാമിനെയും കൊണ്ടുകെട്ടാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു സമയത്ത് അങ്ങനെയൊന്ന് മുസ്ലിം ലോകത്ത് അന്യമായ ഭാവനയാണ് എന്ന് മുസ്ലിം ചിന്താമണ്ഡലത്തിൽ ശക്തമായ പ്രഹരത്തോടുകൂടി അവർക്ക് തനതായ സംസ്കാരവും പാരമ്പര്യവും ചരിത്രവുമുണ്ട് എന്ന് അവരെ ഉണർത്തിയ നേതാവിന്റെ പേരായിരുന്നു സയ്യിദ് അബുൽ അല മൗദൂദി എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിരുന്നു സയ്യിദ് മൗദൂദി എന്നുള്ളത് യാഥാർത്ഥ്യമാകുമ്പോൾ തന്നെയും അന്ന് ഇസ്ലാമിക ലോകത്ത് വിറങ്ങലിച്ചു നിന്ന ദിഷണകൾക്ക് ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾക്ക് ക്ഷമാപണ മനസ്ഥിതിയോടുകൂടി സംസാരിക്കേണ്ടി വരില്ല എന്നും നിങ്ങൾക്ക് വളരെ അഭിമാനപൂർവം തന്നെ ഇസ്ലാമിന്റെ പേരിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഈ ലോകത്തോട് തങ്ങളുടെ സംസ്കൃതിയെയും പാരമ്പര്യത്തെയും ഉപജീവിച്ചുകൊണ്ട് ഈ ലോകത്തെ നിർമ്മിക്കാൻ പറ്റുന്ന സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവും ദേശീയവും രാജ്യരാജ്യാന്തരവുമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഇസ്ലാമികമായ വിഭാവനയും കാഴ്ചപ്പാടും ഉണ്ടാകണമെന്ന് ലോകത്തോട് സമർത്ഥിച്ച ക്രാന്തദർശിയായ ദിഷണാശാലിയായ പണ്ഡിതനായിരുന്നു സയ്യിദ് അബുൽ അല മൗദൂദി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ജോർദാൻ യൂണിവേഴ്സിറ്റികളിൽ അതുപോലെ തന്നെ അറബ് ലോകത്തെ യൂണിവേഴ്സിറ്റികളിൽ വലിയൊരു ചർച്ചയായിരുന്നു ഇസ്ലാം എന്നുള്ളത്. ഇന്നിപ്പോ ഇടതുപക്ഷത്തിന്റെ ഈ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വരുന്ന ചില അല്പബുദ്ധികളുണ്ട്. അവർ പറയുന്നത് ഈ അടുത്ത കാലത്ത് സയ്യിദ് അബുൽ അല മൗദൂദി മാത്രമാണ് ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അവർക്ക് പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് നമുക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള അവരുടെ ഈ വെള്ളം ചേർക്കലിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഇസ്ലാമിക ലോകത്ത് 1924 വരേക്കും ആരും ഉന്നയിക്കാത്ത വാദങ്ങൾ ഇസ്ലാമിന്റെ സാകല്യതയെ സംബന്ധിച്ച്, സമഗ്രതയെ സംബന്ധിച്ച്, അതിന്റെ ഉള്ളടക്കത്തിലെ പൂർണ്ണതയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയം അതുവരേക്കും ഇസ്ലാമിക ലോകത്ത് ഒരു ഗ്രന്ഥകാരനോ പ്രഭാഷകനോ ഉയർത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നില്ല എന്നുള്ളത് മാത്രമല്ല, 1924 ശേഷം അൽ ഖുർആനു അൽ ഇസ്ലാമു വ ഉസൂലുൽ ഹുക്മ് എന്നൊരു പുസ്തകം എഴുതിയ അന്നത്തെ അസ്ഹരി പണ്ഡിതനായിരുന്ന അലി അബ്ദുർ റാസിഖിന്റെ പുസ്തകം. അലി അബ്ദുർ റാസിഖ് ഇതുപോലെ തന്നെ വലിയ തലപ്പാവുള്ള ഒരു പണ്ഡിതനായിരുന്നു. 1924 ശേഷം അദ്ദേഹം പുസ്തകം എഴുതി പറഞ്ഞത്, നമുക്ക് യൂറോപ്പിന്റെ ക്രിസ്ത്യാനിറ്റിയെ പോലെ അതല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങൾ പ്രൈവറ്റ് ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ ഇസ്ലാമിന് എപ്രകാരമാണോ ഒരു സ്ഥാനം അനുവദിക്കുന്നത്, അപ്രകാരം ഒരു സ്ഥാനം അനുവദിച്ചുകൊണ്ട് പൂജാപാട്ടുകളും ആരാധനാകർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമായി മാത്രം നമുക്ക് നിലനിന്നു പോകാം എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങൾക്കുള്ളത് ജനങ്ങൾക്കും സീസറിനുള്ളത് സീസർക്കും എന്ന പഴയ വേദവാക്യത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ചർച്ചയിട്ടപ്പോ അന്നത്തെ അസ്ഹർ യൂണിവേഴ്സിറ്റി, ഇന്നത്തെ അസ്ഹർ യൂണിവേഴ്സിറ്റി സിസിയുടെ കീഴിലാണ്. നമുക്കറിയാൻ പറ്റില്ല, ചിലപ്പോ ഇന്നത്തെ അസ്ഹർ യൂണിവേഴ്സിറ്റി, കൈറോവിലുള്ള അസ്ഹർ യൂണിവേഴ്സിറ്റി ഇന്നത് ചെയ്യുമോ എന്നുള്ളത് 100 കൊല്ലങ്ങൾക്കിപ്പുറം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ അസ്ഹർ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന്റെ അസ്ഹരി ബിരുദം തിരികെ വാങ്ങുകയും അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തെ റദ്ദ് ചെയ്യുകയും അസ്ഹറുമായി അദ്ദേഹത്തിന് ബന്ധം പോലുമില്ല എന്ന് സിദ്ധാന്തിക്കുകയുമാണ് ചെയ്തത് എന്ന് 100 കൊല്ലം മുമ്പുള്ള ഒരു കാലാവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല 1930കളിൽ ജോർദൻ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുടെ വിലാപയാത്ര നടത്തുന്നുണ്ട്. എന്താണ് വിലാപയാത്ര? മതത്തിന്റെ വിലാപയാത്രയാണ്, ഇസ്ലാമിന്റെ വിലാപയാത്രയാണ്. ഇസ്ലാമിന്റെ വിലാപയാത്ര എന്ന് പറഞ്ഞാൽ മയ്യത്ത് തുണിയുമേന്തി ഇസ്ലാമിന്റെ ശവം എടുത്തുകൊണ്ട് പോകുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് അല്ലാഹു മല്ലാഹു മാ തല്ലാഹു മിൻ ഖബ്ലു എന്നാണ്. അല്ലാഹു ഏത് പടച്ചവൻ, മല്ലാഹു എന്ത് പടച്ചവൻ, മാ തല്ലാഹു മിൻ ഖബ്ലു പടച്ചവനും ദൈവവും ഒക്കെ മരിച്ചിട്ട് കാലം കുറയായി, അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചൊന്നും പറഞ്ഞ് ഇനി ആരും വരേണ്ടതില്ല. കാരണം ശാസ്ത്രം പുരോഗതി പ്രാപിച്ചിരിക്കുന്നു, ശാസ്ത്രം പുരോഗതി പ്രാപിച്ചിരിക്കുന്നു, കമ്മ്യൂണിസം അതിന്റെ ഉത്തുംഗതയിലെത്തിയിരിക്കുന്നു, മുതലാളിത്ത വ്യവസ്ഥിതികൾ ലോകത്തിന് പുതിയ ലോകങ്ങൾ വഴിവെട്ടിയിരിക്കുന്നു, ലിബറലിസം മനുഷ്യ സ്വാതന്ത്ര്യത്തിന് പൂർണ്ണത നൽകിയിരിക്കുന്നു, ജനാധിപത്യവും അതുപോലെ തന്നെ ബന്ധുത്വവും സാഹോദര്യവും പോലെയുള്ള ലോകങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ മലർക്കെ തുറന്നിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ദർശനത്തിന് പ്രസക്തിയില്ല എന്ന് സിദ്ധാന്തിച്ചെഴുതിയ കാലത്താണ് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഭാഷ്യങ്ങൾക്ക് വിരുദ്ധമായി, അതല്ലെങ്കിൽ ഇസ്ലാമിനെ നിങ്ങൾ കൊണ്ട് ചേർത്ത് കെട്ടാൻ ആഗ്രഹിക്കുന്ന തൊഴുത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് അത് ഇസ്ലാമിന് തനതായ ഒരു സാമ്പത്തിക വ്യവസ്ഥയുണ്ടെന്നും
അതിനൊരു രാഷ്ട്രീയ ജീവിതമുണ്ടെന്നും മനുഷ്യൻ എന്നുള്ള നിലയിൽ പ്രവാചകന്മാരുടെ അനന്തരഗാമികളായി ഈ ലോകത്ത് നിലകൊള്ളുമ്പോ ഈ ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച സാമൂഹിക നിർമ്മിതിയുടെ നവലോകക്രമത്ത് തന്നെ നിങ്ങൾക്ക് ആ സാമൂഹിക ബദലിനെ കുറിച്ച് സംസാരിക്കാൻ ബാധ്യതയുണ്ടെന്നും പറഞ്ഞ മഹാമനീഷിയായ പണ്ഡിതനായിരുന്നു സയ്യിദ് അബുൽ അല മൗദൂദി എന്ന് പറയുന്നത്. ഇപ്പൊ CPM എന്ന് പറയുമ്പോൾ നമുക്കറിയാം, CPM മാർക്സിനെ അവരുടെ സൈദ്ധാന്തികനും ആചാര്യനുമായി മനസ്സിലാക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മൗദൂദി എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആചാര്യനല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തികനല്ല, മറിച്ച് ഇസ്ലാമികമായ സിദ്ധാന്തത്തിന്റെ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് പ്രവാചകന്മാർ ഏത് ദൗത്യമാണോ നിർവഹിച്ചത് അതിനെ വീണ്ടും ഉജ്ജ്വലമായി ഓർമ്മിപ്പിച്ച നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിലാണ് സയ്യിദ് അബുൽ അല മൗദൂദിയെ എണ്ണിപ്പോകുന്നത്. അതുകൊണ്ട് മൗദൂദിസ്റ്റുകൾ എന്ന് അതല്ലെങ്കിൽ മൗദൂദികൾ എന്ന് ആരെങ്കിലും നിക്ഷിപ്ത താല്പര്യം ചുമത്തി വിളിച്ചാൽ അതിൽ എന്തോ ഒരു നാണക്കേട് തോന്നാൻ മാത്രമുള്ള പ്രശ്നം അതിലില്ല എന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ പറയുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ പിന്നീട് മുസ്ലിം ലോകത്ത് അതിനുശേഷം ഒരു റിവൈവലിസത്തെ കുറിച്ച്, റിനൈസൻസിനെ കുറിച്ച്, നവോത്ഥാന ചിന്തകളെ കുറിച്ച് പിന്നീട് ആലോചിച്ചാൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം ഇസ്ലാമിക ലോകത്ത് ദൈക്ഷണികമായ ഒരു സഞ്ചാരം സാധ്യമാക്കിയതിന് പിന്നിൽ തീർച്ചയായും ഈജിപ്തിലെ ഷഹീദ് ഹസനുൽ ബന്നക്കും സയ്യിദ് അബുൽ അല മൗദൂദിക്കും സയ്യിദ് കുത്തുബിനും മുസ്ലിം ലോകത്തെ ദിഷണകൾക്കുമേൽ അത്രമേൽ സ്വാധീനം ചെലുത്താനായിട്ടുണ്ട് എന്നുള്ളത് തിരുത്താനാകാത്ത ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഒരു കാലത്ത് ഇസ്ലാം ജീവിത പദ്ധതി എന്ന് പറഞ്ഞാൽ അതൊരു മരണ പദ്ധതിയായിരുന്നു എന്ന് അതിന് മറുകുറിപ്പെഴുതിയിരുന്ന ആളുകൾക്ക് ഇതൊരു സമഗ്ര പദ്ധതിയായി ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടു ചെന്നെത്തിച്ചിട്ടുണ്ട് എങ്കിൽ സയ്യിദ് മൗദൂദിയോട് കഴിഞ്ഞ നൂറ്റാണ്ട് കടപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ എഴുത്തുകളോട് കടപ്പെട്ടിട്ടുണ്ട്. സയ്യിദ് മൗദൂദി എന്ന് പറയുമ്പോൾ ഏതോ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ നേതാവ് എന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല. ഇസ്ലാമിക ലോകത്ത് അതുല്യമായ സംഭാവനകൾ അർപ്പിക്കുന്ന, മുസ്ലിം ലോകത്തെ ഏറ്റവും മികച്ച സംഭാവനയായി മനസ്സിലാക്കപ്പെടുന്ന കിങ് ഫൈസൽ അവാർഡ് മുസ്ലിം ലോകത്ത് ആദ്യമായി നൽകപ്പെടുന്നത് സയ്യിദ് അബുൽ അല മൗദൂദിക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സയ്യിദ് അബുൽ അല മൗദൂദിയുടെ പേരിൽ ഏതെങ്കിലും അടുക്കള വഴക്കുകൾ അരങ്ങത്ത് വന്ന് അങ്ങാടിയിൽ വന്ന് പ്രശ്നമാക്കി ഉന്നയിക്കുന്നവർ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സയ്യിദ് മൗദൂദിയുടെ അറബി പാണ്ഡിത്യത്തെക്കുറിച്ചോ സയ്യിദ് മൗദൂദിയുടെ ചിന്താവൈകല്യങ്ങളെ കുറിച്ചോ തങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഭാഷ്യം നിവർത്തുന്നവർ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വൈജ്ഞാനികമായ ദൈക്ഷണികമായ സംഭാവനകൾക്ക് മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും മികച്ച അവാർഡെന്നോ അതല്ലെങ്കിൽ അംഗീകാരമെന്നോ മനസ്സിലാക്കപ്പെടാവുന്ന സൗദി അറേബ്യയുടെ മലിക് ഫൈസൽ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിത്വം, അന്താരാഷ്ട്ര വ്യക്തിത്വം സയ്യിദ് അബുൽ അല മൗദൂദിയുടേതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിനർത്ഥം ഏതെങ്കിലും നമ്മളുടെ അരുതായ്മകൾക്ക് അതല്ലെങ്കിൽ നമ്മളുടെ കെറിവുകൾക്ക് ചരിത്രത്തിൽ കഴിഞ്ഞു പോയ നവോത്ഥാന നായകന്മാരോട് നമ്മൾ കൊഞ്ഞനം കുത്തുന്നത് ചെറുതല്ലാത്ത അല്പത്തരമാണ് എന്നുകൂടിയാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇത് സയ്യിദ് മൗദൂദി മാത്രം പറഞ്ഞൊരു കാര്യമാണോ? അതല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി മാത്രം പറയുന്ന ഒരു കാര്യമാണോ? ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിനെ കുറിച്ചുള്ള ഏതെങ്കിലും അതിന്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ, അതിനെക്കുറിച്ചുള്ള വിഭാവനയിൽ, അതിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റിൽ, സങ്കല്പനത്തിൽ മുസ്ലിം ലോകത്ത് ആരെങ്കിലും ഇസ്ലാമിനെ വീതം വെച്ചതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ഒരു ഇസ്ലാം, നിങ്ങളുടെ പരസ്യ ജീവിതത്തിൽ ഒരു ഇസ്ലാം, നിങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിതത്തിൽ നിങ്ങൾക്ക് വേറൊരു ഇസ്ലാം, ഇങ്ങനെ ഒരു ഇസ്ലാമിനെ കുറിച്ച്, വേർതിരിവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് പഴയകാലത്തെ ബനൂ ഇസ്രായേൽ സന്തതികളെ കുറിച്ച് അവരെ പ്രതി ചേർത്തുകൊണ്ടുള്ള വിമർശനത്തിന്റെ സമയത്താണ്. സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ഫതുമിനൂന ബിബഅലിൽ കിതാബി വതക്ഫുറൂന ബിബഅൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം സൗകര്യപൂർവ്വം നിങ്ങൾക്കായി എടുത്തുപയോഗിക്കുകയും മറ്റൊരു ഭാഗത്തെ അവഗണിക്കുകയും അതല്ലെങ്കിൽ ബോധപൂർവം മറച്ചുവെക്കുകയും ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യും ഫിൽ ഹയാത്തി ദുനിയ. സയ്യിദ് മൗദൂദി ഇത് അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തിയ പണ്ഡിതനായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഭദ്രമാക്കി അത് പൂഴ്ത്തിവെച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഏതെങ്കിലും ഒരു ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റാണ്. കാരണം നിങ്ങളുടെ പ്രകടമാകുന്ന ഇസ്ലാമിനെ തന്നെ വെറുക്കുന്നവരാണിവർ. അത് സംഘപരിവാറായാലും
അതല്ലെങ്കിൽ സംഘപരിവാർ യുക്തി കടമെടുത്തുകൊണ്ട് സംസാരിക്കുന്ന, ഈയടുത്ത് സംസാരിക്കാൻ തുടങ്ങിയ ഇടതുപക്ഷ സഖാക്കന്മാരായാലും അവരോട് പറയാനുള്ളത്, ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്ക് നേരെയുള്ള വിമർശനത്തിൽ ചില സംഘടനകളെങ്കിലും പറയാറുള്ളത് അവരുടെ ഇസ്ലാമാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ്. അവർ ഈ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ തീവ്രവാദം ഉണ്ടായതെന്നാണ്. സയ്യിദ് മൗദൂദിയാണ് തീവ്രവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ്. എന്നാൽ പ്ലാത്തോട്ടത്തിൽ ജോർജ് കഴിഞ്ഞ ദിവസം PC ജോർജ് വിളിച്ചു പറഞ്ഞ പ്രസ്താവനയിൽ ആരാണ് തീവ്രവാദികൾ? അത് ഇന്ത്യയിലെ, കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളുമാണ് തീവ്രവാദികൾ. അതുപോലെ തന്നെ പാലയിലെ ബിഷപ്പ് പറയുന്നിടത്ത് ഏത് മുസ്ലിമും ഏത് മുസ്ലിം സംഘടനയുമാണ് പ്രശ്നക്കാർ എന്ന് ചോദിച്ചാൽ അവിടെ ആശ്വസിപ്പിക്കാൻ പോയി പാലാ ബിഷപ്പിന്റെ അടുക്കലേക്ക് എത്തുന്ന മന്ത്രി വാസവന് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് മുസ്ലിം സംഘടനയാണ് തീവ്രവാദി എന്നുള്ളതിനെ കുറിച്ച്, പ്രത്യേകിച്ച് അങ്ങനെ എന്താണ് സംശയം എന്നുള്ളതിനെ കുറിച്ച് വരെ നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടി വരും. മുസ്ലിം ജമാഅത്തുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ കേരളത്തിലെ വ്യത്യസ്തമായ മഹല്ലുകളുടെയും പള്ളികളുടെയും വിഷ്വൽസ് ഇങ്ങനെ നീങ്ങുന്നുണ്ട്. കേരള മുസ്ലിം മഹല്ല് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ചർച്ച നടക്കുമ്പോൾ കൂടെ പോകുന്ന വീഡിയോകളിലും ഫോട്ടോകളിലും മഹല്ല് ജമാഅത്ത് എന്ന് പറഞ്ഞ് കേൾക്കുകയാണ്. ഇവിടെയുള്ള നമ്മളുടെ സുഹൃത്തുക്കളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് മേലല്ല ഇത് കൊള്ളുന്നത്. മുസ്ലിം സുഹൃത്തുക്കളോടും മുസ്ലിം സഖാക്കളോടും കൂടിയാണ് ഈ പറയുന്നത്. മറിച്ച് ഇവിടെയുള്ള മുസ്ലിം ജമാഅത്ത് എന്ന് എഴുതി കാണുന്ന എല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടേതാണെന്ന് മനസ്സിലാക്കുന്ന അല്പബുദ്ധികളാണ് ഇവിടെയുള്ളത്. അവിടെയാണ് അവർക്ക് നിങ്ങൾക്ക് തരാതരം മാറിക്കളിക്കാൻ പറ്റുന്ന ഇസ്ലാമോഫോബിക് ആഖ്യാനങ്ങളെ നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത് എന്ന് അല്പം വിഷമത്തോടുകൂടിയെങ്കിലും നിങ്ങളെ ഉണർത്താതെ വയ്യ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയെ എവിടെ കണ്ടാലും തീവ്രവാദത്തിന്റെ സ്വരമാണെന്നാണ്. ജമാഅത്ത് ഇസ്ലാമി ഏറ്റവും അവസാനം താനൂരിൽ നടന്ന CPM-ന്റെ സമ്മേളനത്തിൽ ഒരു പ്രമേയം നമ്മളോട് പറയുന്നത്, ഇവിടെ സേവനങ്ങളിലൂടെ, സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നു. അതായത് സന്നദ്ധ പ്രവർത്തനങ്ങൾ, തീവ്രവാദികൾ, അത് നല്ലൊരു വർത്താനാണ് യഥാർത്ഥത്തിൽ. അതായത് ഇവിടെ സന്നദ്ധ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും കൂടുതൽ ചെയ്യുന്നത് ഈ മുസ്ലിം സംഘടനകളാണ്. അതിൽ തന്നെയും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നാണ് പറയാതെ പറയുന്നത്. പക്ഷേ ഈ പറയുന്നതിന്റെ ഒരു നരേഷൻ, അതിന്റെ ഒരു നെറേറ്റീവ്, അതിന്റെ ആഖ്യാന ശൈലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നിങ്ങൾ കവളപ്പാറയിൽ, അതല്ലെങ്കിൽ പെട്ടിമുടിയിൽ, അതുപോലെ തന്നെ പുത്തുമലയിൽ, ഏറ്റവും അവസാനം ചൂരൽമലയിലൊക്കെ എവിടെയാണോ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ സേവന പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് അവഗണിക്കാൻ പറ്റാതെ വരിക, അപ്പോ ഒരു ചാപ്പ കൊടുക്കുക. ആ ചാപ്പ കൊടുത്തിട്ട് പറയുക, ഇത് തീവ്രവാദികളാണ്, ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഇത് തീവ്രവാദികളാണ്. ഈ തീവ്രവാദികളെ നിങ്ങൾ കരുതിയിരിക്കണം. അവർ നല്ല കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരിക, പക്ഷേ നിങ്ങൾ കരുതിയിരിക്കണം. ഇതിന് തുല്യമായ സ്വരം ചരിത്രത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? ചരിത്രത്തിൽ എവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? ചരിത്രത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും പ്രവാചകന്മാരെ ഒന്നടങ്കം തന്നെയും സമൂഹം പരിചയപ്പെടുത്തിയ ഒരു ആഖ്യാന ശൈലി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും, പക്ഷേ ഇവരെയൊക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് എന്നാണ്. അങ്ങനെ ഒരു കരുതിയിരിക്കൽ ചരിത്രത്തിന്റെ തനിയാവർത്തനമായി ഭീകരവാദ തീവ്രവാദ ചാപ്പകളുമായി വരികയാണ് എങ്കിൽ സമൂഹത്തിന് അത് തിരിച്ചറിയാനുള്ള ബാധ്യതയുണ്ട്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ജനസേവനവും അതുപോലെ തന്നെ ദൈവാരാധനയും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂരക പ്രവർത്തനങ്ങളായി മനസ്സിലാക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന കാര്യങ്ങളിൽ, ജമാഅത്ത് ഇസ്ലാമിയുടെ ശ്വാസം വിടുന്നത് പോലെ, അതല്ലെങ്കിൽ ശ്വാസം കഴിക്കുന്നത് പോലെ, അതിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഇസ്ലാമിനെ അതാത് കാലങ്ങളിൽ അതിന്റെ റെപ്രസെന്റേഷൻ സാധ്യമാക്കി, ഏറ്റവും മനോഹരമായി അതിന്റെ പ്രതിനിധാനം നിർവഹിക്കുക, ഏറ്റവും സുന്ദരമായി മുസ്ലിമുകൾക്കിടയിൽ തന്നെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഇസ്ലാമിന്റെ എല്ലാ ക്വാളിറ്റികളും തന്നിൽ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം ഏതൊരുവനാണോ നിങ്ങളുടെ സഹായവും കാരുണ്യവും സ്നേഹവായ്പും ഉള്ളത്, ജമാഅത്തെ ഇസ്ലാമിയുടെ പോളിസി പ്രോഗ്രാമിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞത്. അതായത് നാട്ടിൽ നടക്കുന്ന ഛർദിലുകളുടെ, അതല്ലെങ്കിൽ ഈ പ്രഘോഷണങ്ങളുടെ, നമ്മൾ കെട്ടുകാഴ്ചകളായി നമുക്ക് മുമ്പിൽ വന്നിറങ്ങുന്ന ഈ അന്തിച്ചർച്ചകൾക്കപ്പുറമായി നമ്മൾ അനുഭവിക്കാൻ സാധിച്ച ജമാഅത്തെ ഇസ്ലാമിക്കാരനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം.
അയാളിലെ തീവ്രവാദത്തിന്റെ ഫാക്ടറുകളെ നിങ്ങൾ മാപ്പിനുകൾ വെച്ചുകൊണ്ട് അളക്കണം എന്ന് തന്നെയാണ് ഈ നാട്ടിലെ സുഹൃത്തുക്കളോട് ഒരു തമാശ രൂപേണെങ്കിലും പറയാനുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ പറയുകയാണ്. പ്ലാച്ചിമടയിൽ അങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഗെയിൽ സമരവേദിയിൽ അങ്ങനെയായിരുന്നു. ഗെയിൽ സമരവേദിയിൽ അപ്പോഴും തീവ്രവാദികൾ നുഴഞ്ഞു കയറി എന്നാ പറഞ്ഞു അല്ലെ. ഗെയില്, കിനാലൂര്, അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ഗെയിൽ വിരുദ്ധ സമരം നടന്നപ്പോ തീവ്രവാദികൾ നുഴഞ്ഞു കയറി. ആരായിരുന്നു തീവ്രവാദികൾ? കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കാതെ, അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൃത്യമായ സ്കെച്ച് ഇല്ലാതെ, പദ്ധതികളെ കുറിച്ച് കൃത്യമായ ദീർഘവീക്ഷണമില്ലാതെ, ജനജീവിതത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെടുത്തി അതെല്ലാ വിഷയത്തിലും, ഹൈവേ സമരമാകട്ടെ, അതല്ലെങ്കിൽ ഗെയിൽ വാതക പൈപ്പുമായി ബന്ധപ്പെട്ട ലൈനാകട്ടെ, പ്ലാച്ചിമടയിലെ സമരമാകട്ടെ, പാലിയേക്കരയിലെ ടോളാകട്ടെ, ഇവിടെയെല്ലാം ജമാഅത്ത് ഇസ്ലാമി മാത്രം തീവ്രവാദിയാകുന്നതിന്റെ ഗുട്ടൻസ് എന്താണ്? ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ സോളിഡാരിറ്റി അവിടെ സമരം നടത്തിയിട്ടുണ്ട്. പ്ലാച്ചിമടയിലേക്ക് ഒരു പിടി അരിയും ഒരു കുടം വെള്ളവുമായി മാർച്ച് ചെയ്തിട്ടുണ്ട്. കിനാലൂരിൽ അതിന്റെ സമരം നടന്നപ്പോ ഉച്ചക്ക് വെള്ളിയാഴ്ച ദിവസം നിസ്കരിച്ചതിന്റെ പേരിലാണ്ടോ തീവ്രവാദി മുദ്ര വന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. അതായത് വെള്ളിയാഴ്ച ദിവസം സമരം നടക്കുമ്പോ ആ നമസ്കാര സമയമെത്തിയപ്പോ ആ സമര സ്ഥലത്ത് നിസ്കരിച്ചു. ആ നിസ്കാരം പോലും തീവ്രവാദ പ്രവർത്തനമാണ്. ഇവർക്ക് ടൗണിൽ അതല്ലെങ്കിൽ വഴിമധ്യത്തിൽ നമസ്കരിക്കാനാണ് താല്പര്യമെന്ന് പറയുന്ന ഒരു മറുനെറേറ്റീവാണ് അവിടെ ഉണ്ടാക്കപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മളുടെ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിയെയും അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സംഘടനകളെയും, ഇത് ആദ്യമൊക്കെ നമ്മൾ ഈ തീവ്രവാദ ചാപ്പയെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് ഇതിങ്ങനെ ഓരോരുത്തരിൽ നിന്നും ഒരാൾക്ക് മാത്രം ബാധകമാകുന്ന, ഏതോ ഒരാൾക്ക് മാത്രം ബാധകമാകുന്ന ഒന്നാണ് എന്നാണ്. പക്ഷേ CPM ഇപ്പൊ എല്ലാവരെയും തോൽപ്പിച്ചു കളഞ്ഞു. CPM എല്ലാവരെയും തോൽപ്പിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, പാണക്കാട് തങ്ങളും യോഗി ആദിത്യനാഥും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന ദ്യോതകം നൽകി ആദ്യമായി സംസാരിച്ചതാരാണ്? ഏറ്റവും സുന്ദരമായി വളരെ എളുപ്പത്തിൽ കോപ്പിയടിച്ചുകൊണ്ടാണ് മലപ്പുറത്തെ കുട്ടികൾ വിജയിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? തീവ്രവാദ അനുകൂലികൾ CAA സമരത്തിൽ നുഴഞ്ഞു കയറുന്നു എന്ന് പറഞ്ഞ് പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ CAA സമരക്കാലത്ത് അതിനെക്കുറിച്ചുള്ള പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രി ആരാണ്? നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് ആലോചിക്കണം. ബോബി ചെമ്മണ്ണൂര്, അതുപോലെ തന്നെ മറ്റ് മനുഷ്യന്മാരെ കുറിച്ചൊക്കെ ഇപ്പോ ഇന്ന് റിപ്പോർട്ടർ TVക്കെതിരെ വളരെ പെട്ടെന്ന് തന്നെ ബാലാവകാശ കമ്മീഷനൊക്കെ നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട്. PC ജോർജിനെതിരെ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും അവർ പാകിസ്ഥാനിൽ പോകേണ്ടവരാണ് എന്നും അവർ കൊടിയ വർഗീയവാദികളാണ് എന്നും ഒരു സംഘടനയും ചേർത്തല്ല പറഞ്ഞത്, കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്ത് ചെറുവിരൽ അനക്കാനാണ് ഇവിടത്തെ അമ്മിക്കടിയിൽ വാലുപെട്ടു പോയിട്ടുള്ള, സംഘപരിവാറിന്റെ അമ്മിക്കടിയിൽ വാല് കുടുങ്ങിപ്പോയിട്ടുള്ള ഇടതുപക്ഷ ഭരണകൂടത്തിന് സാധിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ജമാഅത്ത് ഇസ്ലാമിയെ കുറ്റം പറയുന്നതോടുകൂടി മുസ്ലിം സമൂഹത്തിലെ താരതമ്യേന ന്യൂനപക്ഷം, അംഗസംഖ്യയിൽ ന്യൂനപക്ഷമുള്ളൊരു കൂട്ടരാണ് ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമിയെ കുറ്റം പറയുന്നതോടുകൂടി മുസ്ലിങ്ങളിലെ ഒരു ബഹുഭൂരിപക്ഷത്തെ തങ്ങളുടെ കൂടെ നിർത്താമെന്നും, അതേസമയം സംഘപരിവാറിനെ സുഖിപ്പിക്കുന്ന വാദങ്ങൾ മുസ്ലിങ്ങളിലെ തീവ്രവാദികൾ എന്നുള്ള നിലയിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് മേൽ കൂടെ കൂടെ ചാപ്പ ചുമത്തിക്കൊണ്ടിരുന്നാൽ സംഘപരിവാറും സംഘപരിവാറിലേക്ക് പോകുന്ന തങ്ങളുടെ അണികളെ ആ പേരിൽ സന്തോഷിപ്പിക്കാമെന്നുമാണ് കരുതുന്നതെങ്കിൽ ഒറിജിനലിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് വിട്ടുകൊണ്ട് CPM നാണം കെടരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ 5 രൂപക്ക് നിങ്ങൾ ഇവിടെ ഒറിജിനൽ കിട്ടുമ്പോ 10 രൂപക്ക് CPM സംഘപരിവാറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കാൻ നോക്കരുത്. കാരണം ഒറിജിനൽ തന്നെ ഇവിടെ ആവശ്യക്കാരുണ്ട് എന്നുള്ള നിലയിൽ അതിന്റെ ലാഭം പോകുന്നത് സംഘപരിവാറിന് തന്നെയാണ് എന്നും, തുടർച്ചയായ ഒരു 3ാം ഭരണമാണ് അതിന്റെ പേരിൽ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതൊരു വൃഥാമോഹവും അതല്ലെങ്കിൽ താൽക്കാലിക സ്വപ്നവും മാത്രമായി അത് അവശേഷിക്കുമെന്നും, ജമാഅത്ത് ഇസ്ലാമിക്കു മേലുള്ള നിങ്ങളുടെ സ്ഥിരം ചാപ്പകൾ പൊതുസമൂഹത്തിനും 2019 വരേക്കും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ബന്ധവുമില്ല എന്നാണ്. 2019 വരേക്കും ഇതുവരേക്കും ഞങ്ങൾ ഒരു പിന്തുണയും സ്വീകരിച്ചിട്ടില്ല എന്നാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലം നടത്തിയ ചർച്ചകളിൽ ഇപ്പോൾ ആ ചർച്ചയില്ല. കാരണം
AKG സെന്ററിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലും വ്യത്യസ്തമായ ഇടങ്ങളിലുമൊക്കെ നടത്തിയ ചർച്ചകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നൊരു പശ്ചാത്തലത്തിൽ ഇപ്പൊ എന്തു വന്നാലും ആ അയിത്തൊക്കെ മാറിയിട്ടുണ്ട്. അതിനർത്ഥം കൃത്യമായ തരാതരം സംഘപരിവാറിനൊക്കുന്ന രാഷ്ട്രീയം കളിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ സംഘപരിവാറിനെ പോലും കെ സുരേന്ദ്രന് പോലും എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആലോചിക്കാൻ പോലും വകുപ്പ് കൊടുക്കാതെ സംഘപരിവാറിന് വേണ്ടി ഓവർ ടൈം ഡ്യൂട്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സഖാക്കളെ കുറിച്ചാണ് നമുക്ക് വർത്തമാനം പറയേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു ഫാസിസ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുര്യോഗമാണ് എന്നുള്ള അടിവര കൂടി ഇട്ടുകൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.